ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. വെറുതെ നാണം കെടാൻ നിൽക്കല്ലേ, ഏട്ടത്തി ഇയാളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇവന് കഞ്ഞിയും പയറും കൊടുത്തു നിധി. ദാ മോളെ ചായ. നിധി ചായ കുടിച്ചിട്ട് സുഭാഷേട്ട ഈ ചായ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. മോളെ നീ വരുന്നെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ എന്തേലും ഞാൻ ഉണ്ടാക്കി വെച്ചേനെ. അത് സാരമില്ല, ഇത് ചായ തന്നെ ധാരാളം. മോളെ മാവിരിപ്പുണ്ട്, ദോശ ഇടട്ടെ? ഈ ചായ തന്നെ ഉച്ചവരെ പോകാൻ മതി. എണീക്കാൻ വയ്യാതിരിക്കുമായിരുന്നു. രാവിലെയാണ് ഇത്തിരിയെങ്കിലും ആശ്വാസം കിട്ടിയത്. നിധി ഓഫീസിലേക്കാണോ പോകുന്നത്? ഏട്ടത്തി കാണാൻ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പനിയായപ്പോൾ മുതൽ മോളുടെ കാര്യമായിരുന്നു ഇവ സംസാരം. ഏട്ടത്തിയെ കാണണമെന്ന് നീ ഇവിടുന്ന് പോയത് കൊണ്ടാ പനി വന്നതെന്ന് പോലും തോന്നിപ്പോയി. ഏട്ടത്തിക്ക് ഇവിടെ നിന്നൂടെ, പോവാതിരുന്നൂടെയോ? എടാ എല്ലാം ഇനി നികേഷ് ശരിയാക്കിക്കോളൂവടാ. സുധീഷേട്ടനുമായിട്ടല്ലേ പ്രശ്നം. സുധീഷേട്ടനോട് ഇവിടുന്ന് മാറി നിൽക്കാൻ പറയാം. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ നികേഷ്? അത് ശരിയാകൂല. ഇപ്പം തന്നെ കാര്യത്തിന് തീരുമാനമാകും. അവൻ അങ്ങനെ പറഞ്ഞിട്ട് സുഭാഷേട്ടൻ ഒന്നും പറഞ്ഞില്ലല്ലോ. സുഭാഷേട്ടനും ആ തോന്നലായിരിക്കും. വാ സുധീഷേട്ടൻ, അങ്ങോട്ട് മാറി നിൽക്കാം. എന്നാൽ മോളെ ഞാൻ ദോശ ഇട്ടിട്ട് വരാം. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ഇവിടെ വരെ എത്തിച്ചപ്പോൾ സമാധാനമായല്ലോ. എടാ എന്നാലും അവൻ അങ്ങനെ പറഞ്ഞല്ലോ, അത് ഏട്ടത്തിയെ കൊണ്ടുവരാനുള്ള ടെക്നിക്കായിരിക്കും. എന്നാലും പറഞ്ഞല്ലോ, അത് വിട് സുധീഷേട്ടാ. എനക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്ത്? ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നാലും സാരമില്ലെന്ന്. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഞാൻ എതിർത്തിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് പോടാ, ഇവിടെ ഇരുന്ന് എന്തോ തീരുമാനം എന്തോന്ന് നോക്കാം. നികേഷെ മുടങ്ങാതെ മരുന്ന് കഴിക്കണം. ഞാൻ ഇടയ്ക്ക് വരാം. ഏട്ടത്തി വരുമല്ലോ, ഞാൻ ഉറപ്പായിട്ടും വരും. കഴിക്കുന്നില്ലേ? ഒന്ന് പോടാ. എന്നാൽ ഞാൻ പോട്ടെ. മോളെ അവിടെ നിൽക്കും, ഞാൻ ബസ് സ്റ്റോപ്പിൽ വരെ കൊണ്ടുവിടാം. ഒരു മിനിറ്റ്. സുഭാഷേട്ടൻ അകത്തോട്ട് കയറുമ്പോൾ സുധീഷു അകത്തോട്ട് കയറി പോകുന്നു. സുഭാഷേട്ടൻ എന്ത് പണിയാണ് കാണിച്ചത്? എന്നെ പറഞ്ഞയക്കാൻ തോന്നിയില്ലല്ലോ. ബാ സുഭാഷേട്ടാ. അത് വേണ്ട ബാ സുഭാഷേട്ടാ. മോളെ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം ഓർത്തത്. അരി അടപ്പേലിട്ടേക്കോ, അടച്ചിടാൻ സമയമായി. മോളെ സുധീഷ് ഉണ്ടാക്കും. ഹരീഷ് ഒന്ന് സപ്പോർട്ട് ചെയ്യും. ശരിയായി ഏട്ടത്തി. സുധീഷേട്ടന് വേറെ പണിയൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഏട്ടത്തി പുറത്തിരിക്കുന്ന വണ്ടി എടുത്ത് ഓടിച്ചു പോയാൽ മതി. അതിന് അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയണ്ടായോ? ഹരീഷ് എനിക്ക് നടന്നു പോകുന്നതാണ് ഇഷ്ടം. എന്നാൽ ശരി. സുധീഷ് പിന്നാലെ നിധിയുടെ പുറകെ പോകുന്നുണ്ട്. എനിക്ക് ആരെയും കൂട്ട് വേണ്ട, എനിക്ക് വഴി അറിയാം. ഞാൻ വഴി പോകുന്ന ഒരു വഴിപോക്കനാന്ന് കരുതിയാൽ മതി. ഓഫീസിലേക്കുള്ള ലാസ്റ്റ് ബസ് പോയെങ്കിൽ എൻ്റെ വണ്ടിയിൽ പോകാം. എന്തിനാ എൻ്റെ പിറകെ നടക്കുന്നത്? ഈ റോഡ് ആർക്കും എഴുതി തന്നിട്ടില്ലല്ലോ. എൻ്റെ ഇഷ്ടത്തിനാണ് നടക്കുന്നത്. എൻ്റെ പിറകിൽ എന്തിനാ നടക്കുന്നതെന്ന്? നിധിയുടെ പുറകെ നടക്കാനല്ല ഇഷ്ടം, എനിക്ക് ഒപ്പം നടക്കാനാണ് ഇഷ്ടം. എൻ്റെ പുറകിൽ ആരും നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയാമല്ലോ. മേഡത്തിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളെന്ന് അറിയാം. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത കാലമുണ്ടായിരുന്നു. അത് മറക്കരുത്. ഒരു കാര്യത്തിലേ എനിക്ക് വിഷമമുള്ളൂ. സുഭാഷേട്ടൻ്റെ കല്യാണം ഇനി നടക്കാൻ പോകുന്നില്ല. സ്ത്രീകൾ വാഴാത്ത വീടാന്നുള്ള ദോഷപ്പേര് മാറി വരികയായിരുന്നു. കല്യാണം നടക്കുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ഞാനായിട്ടെല്ലാം തൊലച്ചു. അതിനുവേണ്ടി ആ വീട്ടിൽ വന്ന് താമസിക്കാൻ പറയാൻ പറ്റുകയില്ലല്ലോ. എന്നെപ്പോലെ ഒരു വൃത്തികെട്ടൻ ആ വീട്ടിൽ ഉണ്ടായിപ്പോയില്ലയോ? പുറകെ നടന്ന് ശല്യപ്പെടുത്തുമെന്ന് കരുതല്ല. ഒരു കാര്യം ചോദിക്കാനാണ് വന്നത്. ഞാൻ അവിടുന്ന് പോയാൽ വരത്തില്ലയോ അവിടെ? എന്താ എനിക്ക് മനസ്സിലായില്ലല്ലോ. അല്ല, നികേഷ് പറഞ്ഞതുപോലെ ഞാൻ അവിടുന്ന് പോയി മാറി നിന്നാൽ നിധിക്ക് അങ്ങോട്ട് വന്ന് താമസിച്ചൂടെയോ? ഞാനാണല്ലോ അവിടുത്തെ പ്രശ്നക്കാരൻ. നിധിക്ക് ചേട്ടനെയും അനിയന്മാരെയും അച്ഛനോട് പോലും ഒരു പ്രശ്നമില്ല. ഞാനാണല്ലോ പ്രശ്നക്കാരൻ. ആ മാറി നിന്നാൽ മതിയല്ലോ. വഴി വെച്ചൊരു സീനുണ്ടാക്കാൻ നിൽക്കണ്ട. സീനുണ്ടാക്കിയതല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാൻ 100 വട്ടം മാപ്പ് ചോദിക്കാനും തയ്യാറാണ്. നിധി മിണ്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഒറ്റ തവണ ക്ഷമിച്ചു എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. നിധി ഒന്ന് ആലോചിച്ച് നമുക്ക്. നമ്മൾ തമ്മിൽ എത്ര തവണ ഒറ്റയ്ക്കിരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പം നിധിയോട് ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചതിൻ്റെ കാരണം നിധി കൂടിയാണ്. ഞാനോ? അതോ നിധി എന്നെ അവഗണിച്ചതുകൊണ്ടാണ്? നിധി അന്ന് വണ്ടി പഠിപ്പിക്കാൻ ചെന്നപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അല്ലാതെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല വന്നത്. നിധി എന്നെ പരിഗണിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ മദ്യവും കൂടെ കഴിച്ചായിരുന്നു. അല്ല, മദ്യം കാരണം അല്ല ഞാൻ അങ്ങനെ ചെയ്തത്. അന്ന് ഞാൻ ചെയ്തത് തെറ്റാണ്. തക്കലയിൽ വെച്ച് നമ്മൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നിട്ടില്ല. അന്ന് നിധിയോട് ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഹലോ, അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ബഹളം വെച്ച ആളിനെ കൂട്ടുമെന്ന് എനിക്കറിയാം. നിധി, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അത്ര വൃത്തികെട്ടവനല്ല. എനിക്കൊരൊറ്റ തവണ മാപ്പ് തരാമോ? നിധി തരാമോ? അപ്പോഴത്തേനും ഓട്ടോ വരുന്ന നിധി കയറി പോകുന്നു. ശാസ്തമംഗലം. നിധി ഒന്ന് പറഞ്ഞിട്ട് പോ. നിധി ഓട്ടോയിൽ കയറി നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. കരയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ദിവ്യയും നിധിയും കൂടെ ഓഫീസിൽ വരുന്നതാ. എന്ന് വിളിക്കുന്നു. ആരാ വിളിക്കുന്നത്? അയ്യോ, നിൻ്റെ റിലേറ്റീവാ. ഞാൻ ഒരു മിനിറ്റ് ഇപ്പം വരാമെന്ന് പറഞ്ഞാൽ നിധി അങ്ങോട്ട് പോകുന്നു. നിധിക്ക് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇവിടെ വന്നേ പറ്റൂ. കാരണം എന്താണെന്ന് നിധി ചോദിക്കും. നിധി ചോദിക്കുക, അല്ല ഞാൻ തന്നെ പറയാം. ഞാനാണ് കെട്ടവൻ, ഞാനാണ് തെറ്റ് ചെയ്തവൻ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നത് പോലെ തെറ്റ് ചെയ്ത മാപ്പ് പറഞ്ഞേ പറ്റൂ. ദയവ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വരണം. എനിക്ക് വേണ്ടി വന്നില്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയെങ്കിലും തിരിച്ചു വരണം. വീട്ടിലുള്ളവരാരും എന്നോട് മിണ്ടുന്നില്ല. കുറ്റബോധം കാരണം ഞാൻ ഒരു യന്ത്രമായി പോയി. കരയുകയും സങ്കടപ്പെടുന്ന ഒരു യന്ത്രം മാത്രം. നിധി വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഉദ്യാനം പോലെയായിരുന്നു. അല്ല, പൂന്തോട്ടത്തിൽ പൂക്കളുണ്ടായിരുന്നു. പൂന്തോട്ടത്തിൽ സന്തോഷമുണ്ടായിരുന്നു. പൂന്തോട്ടത്തിൽ സമാധാനവും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. ഈ വാക്കുകളെല്ലാം എൻ്റെ നെഞ്ചിൽ നിന്നാണ് വരുന്നത്. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം. എൻ്റെ വീട്ടുകാരെ എന്തിനാണ് ശിക്ഷിക്കുന്നത്?
ആശേട്ടൻ ചേട്ടനും നികേഷ് കുഞ്ഞനിയനുമല്ലോ, അവരെന്തുമാത്രം അനുഭവിക്കുന്നെന്ന് അറിയാമോ? ഞാനാണ് കുറ്റം ചെയ്തത്, ഞാൻ അനുഭവിക്കാം. നികേഷ് പറഞ്ഞ പോലെ ഞാൻ ദൂരേക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാം. നിധി അങ്ങോട്ട് വരണം. ശരി, ആദ്യം നിങ്ങൾ ഈ വീട് വിട്ടു പോ, എന്നിട്ട് ഞാൻ ആലോചിക്കാം അങ്ങോട്ട് വരണോ വേണ്ടായോ എന്ന്. ശരിക്കും പറഞ്ഞതാണോ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ നിങ്ങളാണ് ആ വീട്ടിലെ പ്രശ്നക്കാരൻ. നിങ്ങൾ പോയാൽ എനിക്ക് അങ്ങോട്ട് വരുന്നതിന് എന്താ കുഴപ്പം? ശരിയാ, നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ആ വീട്ടിൽ സന്തോഷം തന്നെ ആയിരുന്നു. കളഞ്ഞു കുളിച്ചത് നിങ്ങളല്ലയോ? നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് അയക്കും. ഞാൻ എന്തിനാ മെസ്സേജ് അയക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ യാത്ര പറയാൻ വരുമ്പോഴത്തേന് മുമ്പേ പറഞ്ഞ പോലെ പൊളിച്ച ഡയലോഗ് അടിക്കും. അത് എനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം കൂടെ കയറി വരും. അതുകൊണ്ട് കുറ്റബോധം കാരണമുള്ള യന്ത്രമേ, എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ആലോചിച്ച് പറഞ്ഞതാണോ? അല്ല വീട് വിട്ടു പോകാമെന്ന് ചുമ്മാതെ പറഞ്ഞതാണോ അയാൾ? നിധി, ഞാൻ എവിടെ വേണമെങ്കിലും പൊക്കോളാം. നിധി ഒരു കാര്യം വെച്ച് എന്നെ അളക്കരുത്. നിധി എന്നോട് ഒറ്റ തവണ ക്ഷമിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിധിക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം. ഞാൻ വീട് വിട്ട് പോയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇപ്പം തന്നെ വീട്ടിൽ പോയി ബാഗ് പാക്ക് ചെയ്ത് പോയിട്ട് ഞാൻ മെസ്സേജ് അയക്കാം. 2 ദിവസം കഴിയുമ്പോൾ താൻ തിരിച്ചു വന്നാലോ? ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ ചെരുപ്പ് ഉരി അടിച്ചേരെ. നിധി അപ്പോഴത്തേന് ചിരിക്കുന്നു. ആ ചിരി വന്നിട്ടുണ്ട്, ദേഷ്യം കുറഞ്ഞെന്ന് തോന്നുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ത്? തനിക്ക് വേണ്ടി പണി കഴിച്ച ബാത്റൂമിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. അതെന്തായാലും ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നില്ല. അത് അടച്ചിടാതിരിക്കാനെങ്കിലും താൻ അങ്ങോട്ട് വരത്തില്ലയോ? അങ്ങനെ വരാനൊന്നും പറ്റത്തില്ല. താൻ എന്തായാലും പോയിട്ട് എന്നെ അറിയിക്കുക. അപ്പം വരണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാം. പിന്നെ കാണിക്കുന്ന നിധിയുടെ ഹോസ്റ്റലാണ്. നിധി ബാഗ് പാക്ക് ചെയ്യുന്നു. നിധി വന്നതും പോയതൊന്നും അറിഞ്ഞില്ലല്ലോ നിധി. അത് പോയാലേ പറ്റത്തുള്ളൂ. സുധീഷിനപ്പം മാപ്പ് കൊടുക്കാൻ തോന്നിയല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബന്ധമല്ല ഞങ്ങൾ തമ്മിൽ. ഞാനിപ്പോൾ പോകാനുള്ള കാരണം തികച്ചും കുടുംബപരമായുള്ള ബന്ധമാണ്. നിങ്ങളാരും പ്രേമബന്ധമായിട്ട് കുത്തിപ്പിടിപ്പിക്കാൻ നിൽക്കണ്ട. ഇത് തീരുമാനിക്കുന്നു, ചെയ്യുന്നു. അതിന് ഞങ്ങൾക്ക് എന്താ കാര്യം? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ദിവ്യ, നീ എൻ്റെ ഒരു സുഹൃത്താണ്. പക്ഷേ എല്ലാ കാര്യവും എല്ലാവരോടും പറയാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. നിനക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഇല്ല, എന്തിന്? പാക്ക് ചെയ്തോ? ആ, പാക്ക് ചെയ്ത് വാ. വൈകിട്ടത്തേനുള്ള ഫുഡ് ഇരിപ്പുണ്ടോടാ? ആ, ഇരിപ്പുണ്ട്. 1 മാസത്തെ വാടക തിരിച്ചു തരാൻ പറ്റത്തില്ല. അത് സാരമില്ല. എന്നാൽ പോയിട്ട് വരട്ടെ. ശരി. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.